السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷ് വനിതയാണ് എമിലി ഫ്രാങ്കോയിസ്. സെപ്റ്റംബർ 11 അമേരിക്കയിലെ ടിൻ ടവർ ആക്രമണത്തോടനുബന്ധിച്ച് ബ്രിട്ടനിലെ ഒരു തീവ്ര ഇസ്ലാം ഫോബിയ പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച മുസ്ലിങ്ങളെ ബ്രിട്ടനിൽ നിന്ന് തുരത്തുക എന്ന തലക്കെട്ടോടുകൂടിയുള്ള ലഘുലേഖ എമിലി ഫ്രാങ്കോയിസിൻ്റെ കയ്യിലുമെത്തി. മുസ്ലിങ്ങളെ വെറുക്കുവാനും ഇസ്ലാമിനെ വെറുക്കുവാനും അതിശക്തമായി ആഹ്വാനം ചെയ്യുന്ന ഈ ലഘുലേഖ എമിലി ഫ്രാങ്കോയിസിൻ്റെ മനസ്സിൽ വളരെ വൃത്തികെട്ട ഒരു മതത്തെക്കുറിച്ചുള്ള ചിന്തയുണർത്തി. ഒപ്പം തന്നെ ഈ ആധുനിക യുഗത്തിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്ര വൃത്തികെട്ടവരും കലാപകാരികളുമായി തീരാൻ കഴിയുക എന്ന് അവർ ആശ്ചര്യപ്പെട്ടു. എങ്ങനെ വൃത്തികെട്ടവരും കലാപകാരികളുമാക്കി മാറ്റുന്ന ഈ ആദർശം എന്താണ് എന്നൊന്ന് പഠിക്കാൻ അവർ ശ്രമിച്ചു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മുഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യനാണ് ഇവരെ പ്രചോദിപ്പിക്കുകയും ഈ ഭീകരവാദത്തിൻ്റെ മുഴുവനും വിത്തായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി പ്രവാചകനെ പ്രതിപാദിക്കുന്നൊരു പുസ്തകം അവർ വായിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ വൃത്തികേടുകളുടെയും കലാപത്തിൻ്റെയും കുഴപ്പങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയുമെല്ലാം സ്രോതസ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മുഹമ്മദ് നബിയാണ് എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഇസ്ലാമിനെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗീരഥമായ ശ്രമങ്ങളിലായി എമിലി ഫ്രാങ്കോയിസ്. അതിൻ്റെ ഫലം ഇന്ന് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണങ്ങളിലും മീഡിയകളിലുമെല്ലാം ഹിജാബ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതിശക്തമായ ഇസ്ലാമിൻ്റെ സ്പോക്സ് വുമണായി എമിലി ഫ്രാങ്കോയിസ് മാറിയതായിരുന്നു. അവരിന്ന് മറിയം എമിലി ഫ്രാങ്കോയിസ് സിറ എന്നറിയപ്പെടുന്നു. ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ടുകൊണ്ട്
യഥാർത്ഥത്തിൽ ഇസ്ലാം എങ്ങോട്ടാണ് മനുഷ്യരെ ക്ഷണിക്കുന്നത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം അടുത്ത ഏതാനും മാസങ്ങൾ തെരഞ്ഞെടുത്തത് ഈ ഒരു അടിസ്ഥാനപരമായ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെങ്ങും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും കേരളത്തിലെ സമൂഹത്തെക്കുറിച്ച് ഏറെ പ്രതീക്ഷയിലായിരുന്ന നമ്മളെല്ലാം. കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ചും കേരളത്തിലെ മതസമൂഹങ്ങൾ ഇന്ത്യയുടെ മറ്റുള്ള സ്ഥലങ്ങളിലേതുപോലെ പരസ്പരം അകലുകയോ ധ്രുവീകരിക്കപ്പെട്ട് പരസ്പരം വെറുക്കുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കൊന്നും ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീതി കടന്നു വരികയില്ല എന്നുമായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ ഈ സുന്ദരമായ സാംസ്കാരിക അന്തരീക്ഷത്തെയും വികലമാക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധമായ മീഡിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയ ഗൗരവതരമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും, 1990കളിലും 2000ന്റെ തുടക്കത്തിലുമെല്ലാം പാശ്ചാത്യ നാടുകളിൽ ഏതൊരു തന്ത്രമാണോ മീഡിയ പ്രയോഗിച്ചത് ഇസ്ലാം ഭീകരതയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, ഏതൊരു തന്ത്രവും രീതിയുമാണോ പ്രയോഗിച്ചത് അതേ തന്ത്രവും രീതിയും ഇന്ന് ദൃശ്യശ്രാവ്യ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്നുറക്കെ പറയാൻ. ഈ സമാധാന സന്ദേശം കേവലമായ സാമൂഹ്യ സമാധാനം മാത്രമല്ല, ഇവിടെ ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മനസ്സിന് സമാധാനം നൽകുന്ന ഈ ആശയങ്ങളും ആദർശങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് ശാന്തിയെയും സംതൃപ്തിയെയും കൊണ്ടുപോകുന്ന ആദർശങ്ങളും യഥാർത്ഥത്തിൽ കേവലം ആദർശം പറയുക മാത്രമല്ല, ആദർശത്തെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് വ്യക്തിയുടെ ജീവിതത്തിന്റെ വിമലീകരണവും ശാന്തമായ ജീവിതവും സാധിക്കുക എന്ന് ചരിത്രത്തിൽ കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഈ സന്ദേശങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് നിമിത്തമാവുക എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആദർശമാണ് ഇസ്ലാം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുമ്പോൾ അറിയുക അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകുക എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു തത്വശാസ്ത്രമായി എടുത്തു പറയുകയല്ല, മറിച്ച് എങ്ങനെയാണ് ദിക്റുള്ള മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകുക എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ദിക്റുള്ളയുടെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായ തലങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ദർശനത്തെ വേറിട്ട് നിർത്തുന്നത്. ശാന്തിയും സമാധാനവും അന്വേഷിക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് ശാന്തി ദൂതുമായി കടന്നു വരുന്ന ആത്മീയ കച്ചവടക്കാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയതയെ കച്ചവടം ചെയ്യുകയും മനുഷ്യരുടെ ആത്മീയ ചോദനകളെ കച്ചവടവൽക്കരിച്ച് വാണിജ്യവൽക്കരിച്ച് ആളുകളെ ആത്മീയമായി തകർത്തുകൊണ്ട് അവരുടെ ആത്മാവിനെ വിൽപ്പന നടത്തിക്കൊണ്ട് തടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം സമൂഹങ്ങളുടെ മുന്നിൽ യഥാർത്ഥത്തിലുള്ള സമാധാനത്തിന്റെ സന്ദേശം പഠിപ്പിക്കാൻ, ശാന്തിയുടെ സന്ദേശം പഠിപ്പിക്കുവാൻ ഇസ്ലാഹി പ്രവർത്തകർക്ക് കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിലെല്ലാം ആത്മീയതയുടെ മൊത്തക്കച്ചവടം നടത്തുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞ് തരിപ്പണമായി മാറുമ്പോഴും യഥാർത്ഥത്തിൽ അവരെല്ലാവരും
നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ സേവനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ആളുകൾ, ആൾ ദൈവങ്ങളാണെങ്കിലും മനുഷ്യ ദൈവങ്ങളാണെങ്കിലും ആത്മീയതയുടെ ശ്വസന കച്ചവടക്കാരാണെങ്കിലും അതല്ലെങ്കിൽ ശവകുടീരാരാധനകൾക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകുന്നതിന് വേണ്ടി മുടിയും പാത്രവുമെല്ലാം ഇറക്കുമതി ചെയ്യുന്നവരാണെങ്കിലും അവരെല്ലാവരും യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൂഷണങ്ങളാണ് എന്ന് അവരോടൊപ്പം ജീവിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ സേവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും അവർക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഉറക്കപ്പച്ചയായി വിളിച്ചു പറയുന്ന സന്ദർഭത്തിലും കാപഢ്യത്തിന്റെ ഇസ്ലാമോഫോബിയയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഉണ്ടായാൽ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ വലുതാക്കി കാണിച്ച് ആ സംഭവത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദിവസങ്ങൾ നീക്കിവെച്ച് അങ്ങനെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മാധ്യമ തമ്പുരാക്കന്മാരിലെ ആ മാധ്യമ തമ്പുരാക്കന്മാർ ഇത്തരം ആൾ ദൈവങ്ങൾ വീണുടഞ്ഞ സന്ദർഭങ്ങളിൽ, ആത്മീയ കച്ചവടക്കാർ വീണുടഞ്ഞ സന്ദർഭത്തിൽ അവരെല്ലാവരും സൃഷ്ടിച്ച, അവർ സ്വയം സ്വീകരിച്ച മൗനം യഥാർത്ഥത്തിൽ നമുക്കൊരുപാട് അറിവുകൾ നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ആത്മീയത, മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും നൽകാൻ കഴിയുന്ന ആത്മീയത, അത് ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ യഥാർത്ഥ ആദർശ പ്രബോധനത്തിന്റെ ആളുകൾക്ക് മാത്രമേ കഴിയൂ. ചൂഷണങ്ങള്, ആത്മീയതയുടെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് യഥാരൂപത്തിലുള്ള സമാധാനം നൽകുവാൻ സാധ്യമല്ല. അപ്പോൾ യഥാർത്ഥ സമാധാനത്തിന്റെ സന്ദേശത്തിലേക്ക്, ശാന്തിയുടെ സന്ദേശത്തിലേക്ക് ഈ സമൂഹത്തെ നയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നിലക്കാട് സ്വാർത്ഥമായ താല്പര്യങ്ങളില്ലാതെ, ഈ ആദർശ പ്രബോധനം എന്ന ലക്ഷ്യമല്ലാത്ത മറ്റ് താല്പര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഈ പ്രമേയവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്, തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ എല്ലാം തൊഴുത്തിൽ ഈ പ്രസ്ഥാനത്തെ കെട്ടുവാനും അങ്ങനെ ലോകത്തെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ കല്ലെറിയിപ്പിക്കുവാനുമെല്ലാമുള്ള ശ്രമങ്ങളും വരികൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സന്ദേശവുമായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് ഇസ്ലാഹി പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായി യഥാർത്ഥത്തിലുള്ള സമാധാനത്തിന്റെ, ആത്മീയമായ ഔന്നത്യത്തിന്റെ, ശാന്തിയുടെ, വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായ സമ്പൂർണമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ ഈ ക്യാമ്പയിൻ കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രവർത്തകർ കഴിയേണ്ടതുണ്ട്. അതിന് പരമാവധി നാം ശ്രമിക്കേണ്ടതുണ്ട്. സർവശക്തൻ അതിനനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.